ഹലോ എവരിവൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഒരു ഗവൺമെൻറ് ജോലിനെ പറ്റി സംസാരിക്കാനായിട്ടാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. PR കിട്ടി ഒരു വർഷം കഴിഞ്ഞു ഇവിടെ എത്തിയിട്ട്. ഒരു 4-5 മന്ത്സ് എടുത്തു എനിക്ക് ഒരു ജോലി കിട്ടാനായിട്ട്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഞാൻ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ലോക്കൽ കൗൺസിലിൽ. ഞാൻ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. റോഡ്സ്, ബ്രിഡ്ജസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ലോക്കൽ എക്സ്പീരിയൻസ് ഓസ്ട്രേലിയൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് PR കിട്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട്. ബിക്കോസ് ജോലിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് റോഡ്സിനെ പറ്റിയും ഗൈഡ് ലൈൻസിനെ പറ്റിയും അറിയാത്തത് കൊണ്ട് നമ്മളെ അവർ കൺസിഡർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 2-3 മെയിൻ പോയിൻറ്റ്സ് പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ CV കവറിങ് ലെറ്ററാണ്. നമ്മുടെ CVയിലെ സ്കിൽസ് അവരെപ്പോഴും കീവേഡ്സുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അവരുടെ ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉള്ള സ്കിൽസുമായിട്ട് മാച്ചിങ് ആണോ എന്ന്. അപ്പം നമ്മൾ എപ്പോഴും ഒരു CV കണ്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എല്ലാ പൊസിഷനും ഒരേ CV വെച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മൾ ഓരോ CVയും ഓരോ കവറിങ് ലെറ്ററും നമുക്ക് ഓസ്ട്രേലിയയിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ നാട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറും ഒരു സൈറ്റ് എഞ്ചിനീയറിനും എല്ലാ പൊസിഷനും നമ്മൾ ഒരേ ഒരു CV വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ ഉള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് റൗണ്ട് പോലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ടി വരും. സോ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ജോലി വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിൽ അതിനകത്ത് നമ്മുടെ കീവേഡ്സിൽ ട്രാൻസ്പോർട്ടേഷനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൽസ് നമ്മൾ ആഡ് ചെയ്തിരിക്കണം. നമുക്കത് കുറച്ചൊക്കെ കിട്ടും, കാരണം ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മളൊന്ന് പറഞ്ഞ് നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. മീൻസ് ഇതൊരു എന്താ പറയുക, നമ്മൾക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഒരു HR റൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ നമ്മളെ കോൾ ചെയ്യും. അതിലേക്ക് സെലക്ട് ആവണമെങ്കിൽ നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റ് ആവുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഒരു വലിയ പ്രോസസ്സാണ്. ബിക്കോസ് എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗിൽ 100 ആയിരിക്കും മിക്കയിടത്തും ആപ്ലിക്കേഷൻസ് വരുന്നത്. നമുക്കപ്പോൾ അതിനൊന്ന് സെലക്ട് ആവുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. സോ നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കണം. ഈ HR വിളിക്കുമ്പോൾ തന്നെ നമ്മളോട് നമ്മുടെ ജനറൽ ബാക്ക്ഗ്രൗണ്ട്സ്, നമ്മുടെ പ്രീവിയസ് ജോബ്സ് അതെല്ലാം ചോദിക്കും. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു. സിവിലിലെ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചോദിക്കുള്ളൂ. അവർക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ബിഹേവിയർ ഉള്ള ആളെയാണ് വേണ്ടത്. നമ്മൾ എങ്ങനെയാണ് കൊലാബറേഷൻ, നമ്മൾ എങ്ങനെയാണ് റെസ്പെക്റ്റ് കൊടുക്കുക, നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സേഫ്റ്റി, ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണം. എപ്പോഴും സേഫ്റ്റി എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഗൈഡ് ലൈൻസൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ബേസിക്കായിട്ട് നമുക്ക് അതിൻ്റെ വേർഡ്സ്, ടേംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇവിടെ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ടെസ്റ്റ് അങ്ങനെയല്ല. നമുക്ക് ഡയറക്റ്റ്ലി കൗൺസിൽ ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് വിടും. നമുക്ക് എസ്പെഷ്യലി ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സീക്ക് നിങ്ങൾക്ക് എപ്പോഴും നോക്കാം, ഇതിലായിരിക്കും മെയിൻലി വരുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ ഡയറക്റ്റ്ലി ആയിരിക്കും നമ്മളെ വിളിക്കുന്നത്. അതല്ലാതെ വേറെ എക്സാംസ് അല്ല, അവരുമായിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ആയിരിക്കും വരുന്നത്. മേ ബി വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പം ഏതിലും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ CV ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈവൻ ദോ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമുക്കത് പറഞ്ഞു നിൽക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാൻ കഷ്ടപ്പാടാണ്. പക്ഷേ ഞാൻ ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ പറയില്ല.